അത് അത് ഒരാളെ റാഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അയാളെ മാനസിക പ്രയാസത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമായി പരിധി വിട്ട ബോഡി ഷേമിംഗ് പോലുള്ള സംഗതികളായിരിക്കും നിയമപരമായി പ്രശ്നമായി മാറുക. അതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ അടരുകൾക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഈ സംഗതികളെ പൂർണ്ണമായും എടുത്ത് പുറത്തിടാൻ നിയമം കൊണ്ട് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അത് നമ്മളൊരു പുതിയ അവബോധം ഉണ്ടാക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നമ്മൾ പൊളിറ്റിക്കലി ഒരുപാട് കറക്റ്റായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സംഗതി പോയിട്ടില്ല. നിങ്ങൾ വെറുതെ ന്യൂസ് റൂമിൽ പോയി ഇരുന്ന് നോക്ക്, അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും മോശം സംഗതി ഉണ്ടായ ദിവസമാണെങ്കിൽ കറുത്ത ദിവസം എന്ന് നമ്മളിപ്പോഴും അടിക്കില്ലേ, കറുത്ത ദിനം, വിമാനാപകടം ഉണ്ടായ കറുത്ത ദിനം. അതെന്താണ് കറുത്ത ദിനം? വെളുത്ത ദിനം എന്താണ് അടിക്കാത്തത്? നമ്മുടെ ആലോചനയിലേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് വരാത്ത ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നൊരു വാക്ക് അയാളുടെ സർവീസ് റെക്കോർഡിൽ എവിടെയും ഒരു കറുത്ത വര വരാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ജാഗ്രത എന്നാണ്. അതെന്താ കറുത്ത വര? ചുവന്ന വര എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, ആരെയും കുറ്റമായിട്ട് ഞാൻ പറയല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ ഈ ക്യാമ്പസ് സിനിമകൾ എടുത്ത് നോക്കി, ക്യാമ്പസ് സിനിമകളിലെ കൂട്ടുകാരുടെ ഗ്യാങ് കാണിക്കുക, അതിനകത്ത് തമാശ പറയുന്ന കഥാപാത്രം എപ്പോഴും ഒരു തടിയനായിരിക്കും. ഒരു കാലം വരെ അങ്ങനെ റിസർച്ചിലുണ്ടോ? എന്നിട്ട് അവർക്ക് നൂലുണ്ടാന്നൊക്കെ പേരൊക്കെ ഇട്ടുകളയും. ഇതിൽ നമ്മൾ പുറത്ത് കിടന്നിട്ടുണ്ടോ? നമ്മൾ പുറത്ത് കിടന്നിട്ടേ ഇല്ല. നമ്മൾ ആൾക്കാരോട് പറയും, ഇത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ആ മറ്റേ ആളെ പോലൊന്ന് ഫിറ്റായിരുന്നു ഇവിടെ എന്നൊക്കെ ചോദിക്കില്ലേ. നിങ്ങൾ എന്താ ഫിറ്റാവാത്തത്? കുറച്ചുകൂടെ ആരോഗ്യം ശ്രദ്ധിക്കൂ. ഈ പറഞ്ഞതിനകത്ത് പോലും പ്രശ്നമുണ്ട്. നമ്മൾ അതിനകത്ത് പൂർണ്ണമായും കടന്നു വന്ന മനുഷ്യരല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർദോഷമായ തമാശയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആളുകളെ ആക്ഷേപിക്കാനൊന്നും നമുക്ക് ഉദ്ദേശമൊന്നുമില്ല എന്ന് പറയുമ്പോഴും, അത് ആളുകൾക്ക് നിർദോഷമാണെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയും പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ എപ്പോഴും പറ്റുന്നില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ സിനിമാ മേഖലയിലായാലും എഴുത്തുകളിലായാലും ഒക്കെ ചില യാഥാർത്ഥ്യങ്ങൾ എടുത്ത് കൊണ്ടുവരേണ്ടി വരും. അതിനെല്ലാം നിങ്ങൾ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു എഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആക്ഷേപിക്കപ്പെടുന്നത് കൊണ്ടും വേദനിക്കുന്ന ആൾക്കാർ, വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ, പുറത്തിറങ്ങാൻ പോലും മടിയുള്ള ആൾക്കാർ, എല്ലാ പൊതുവിടങ്ങളിലും താൻ ആക്ഷേപിക്കപ്പെടുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുന്ന തരത്തിൽ നമ്മൾ പൊളിറ്റിക്കലി ഉയരുക. നിയമം കൊണ്ട് അതിനെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമം ഉറപ്പായിട്ട് ഇതിനെ ട്രിഗർ ചെയ്യുമായിരിക്കും. ഇതൊക്കെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ. ഇന്നിപ്പോൾ രാവിലെ ഒരു ടെലിവിഷൻ ആങ്കർ പറഞ്ഞു കേട്ടു, അദ്ദേഹത്തെ ആൾക്കാർ മൊട്ട എന്ന് വിളിക്കുന്നതിലെ പ്രശ്നം. അപ്പോൾ സ്നേഹത്തോടെ വിളിച്ചാൽ മനസ്സിലാവുന്നതാണ് കക്ഷി പറയുന്നത്. പക്ഷെ അത് ഒരുതരം ആക്ഷേപത്തിനാണ് ആ വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അത് പ്രശ്നമാണെന്ന്, നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ അവരുടെ രൂപം കൊണ്ട് ആക്ഷേപിക്കാം എന്ന് പറയുന്നത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംസ്കാരം നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെടണം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെയും സിനിമയ്ക്കകത്തെല്ലാം ഒരു ഡെലിബറേറ്റ്ലി ആ ചേഞ്ച് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം നടത്തുന്നത് കാണാം. പക്ഷേ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മളിപ്പോഴും മാറിയിട്ടില്ല. അതൊരു നമ്മുടെ ഒരു കൾച്ചറിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്.